നമ്മുടെ ഡേ 3 ഓഫ് ബേസിക് എലമെന്റ്സ് ആണ്. സോ ഇന്ന് നമുക്ക് ഒരു ടിയർ ഡ്രോപ്പ് വെച്ചിട്ട് സ്റ്റാർട്ട് ആക്കാം. ഇത് സിമ്പിൾ ആണ്, വൈൻ പോലെ തന്നെ പ്രഷർ കൺട്രോൾ ആണ് ഇതിന്റെ മെയിൻ. അപ്പോൾ ഇതിന് വേണ്ടത് ജസ്റ്റ് ഒരു ഡോട്ട് കൊടുക്കുക, അതിനെ വീഡിയോയിൽ കാണുന്ന പോലെ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ടിപ്പ് കൂടെ ജസ്റ്റ് ഡ്രാഗ് ആക്കി കൊടുക്കാം. അങ്ങനെ ചെയ്താൽ വൈൻസ് പോലെ തന്നെ ആവും. അപ്പൊ അതും സെറ്റായി. ഇനിയിപ്പോ എന്താ, ഒരു വേവി ലൈൻ കൊടുക്കാം, എന്നിട്ട് ഓരോ വേവിനും ടിയർ ഡ്രോപ്പ് ആഡ് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് വൈൻസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ബോർഡർ ആയിട്ടും ചെയ്യാം. അടുത്ത എലമെന്റ് എന്താണെന്ന് നോക്കാം. ഒരു ലൈൻ കൊടുക്കാം, എന്നിട്ട് ജസ്റ്റ് വൈൻസ് ഒക്കെ കൊടുക്കും പോലെ തന്നെ ഇതും മോഡിഫൈ ചെയ്തിട്ട് വരക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട ക്ലിയർ ഔട്ടാ. ശരിക്കും വൈൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യാണ്ട് ആർക്കും സെറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോയിട്ട് പ്രാക്ടീസ് ആക്കാം. ഇനി എന്താ, നമ്മൾ ഇന്നലെ പഠിച്ചിട്ടില്ലേ സ്പൈറൽ, അത് വെച്ചിട്ട് ഒരു സിമ്പിൾ ഫ്ലവർ സെറ്റ് ആക്കിയാലോ? കമോൺ. ആദ്യം തന്നെ നല്ല നീറ്റായിട്ട് സ്പൈറൽ കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണിച്ച പോലെ ഒരു പ്ലസ് പോലെ ആയിട്ട് ഡോട്ടഡ് ലൈൻ കൊടുക്കാം. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്കാലപ്സ് കൊടുക്കാം. ഒറ്റയടിക്കായിട്ട് വരക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ഇതുപോലെ ഓരോ പാർട്ടായിട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ അതിന്റെ കൂടെ ബിഗ് സ്കാലപ്സ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് അറ്റ് ലാസ്റ്റ് അതിന് ഒരു ബോർഡർ കൊടുത്തിട്ട് ബോൾഡ് ആക്കി എടുക്കാം. ബോർഡർ കൊടുക്കാണ്ട് ഡയറക്റ്റ് ബോൾഡ് ആക്കി എടുത്താൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോട്ട്സ് എടുത്തിട്ട് ഹൈലൈറ്റും ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനൽ ആയിട്ട് ഒരു റോസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ആദ്യം സ്പൈറൽ സെറ്റ് ആക്കാം. എന്നിട്ട് ഇതുപോലത്തെ പെറ്റൽസ് കണക്ട് ചെയ്ത് വരക്കാം. വേണമെങ്കിൽ 2 ലെയർ കൊടുക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ബോർഡർ കൊടുത്തിട്ട് തന്നെ ബോൾഡ് ആക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ.